മലയാളി സൂപ്പർ താരവും IPL ടീമായ രാജസ്ഥാൻ റോയൽസിന്റെ നായകനുമായ സഞ്ജു സാംസന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ഉടൻ കാണാം. കേരള ക്രിക്കറ്റ് ലീഗിലെ 2ാം സീസണിൽ സഞ്ജു സാംസൺ കളിക്കും. കഴിഞ്ഞ വർഷം നടന്ന ലീഗിന്റെ പ്രഥമ സീസണിൽ സഞ്ജു കളിച്ചിരുന്നില്ല. എന്നാൽ 2ാം സീസണ് മുന്നോടിയായുള്ള താരലേലത്തിനായി സഞ്ജു പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം 5-നാണ് ലീഗിനുള്ള താരലേലം നടക്കുക. സഞ്ജു കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലേലത്തിനുണ്ടാകുമെന്ന കാര്യം മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് സമ്മാനിക്കുന്ന ആവേശം ചെറുതല്ല. താരലേലത്തിൽ കാറ്റഗറി എയിലാകും സഞ്ജു ഉണ്ടാവുക. ഇക്കഴിഞ്ഞ IPLൽ മുംബൈ ഇന്ത്യൻസിനായി തിളങ്ങിയ വിഘ്നേഷ് പുത്തൂർ, കേരള രഞ്ജി ട്രോഫി ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബി എന്നിവരും എ കാറ്റഗറിയിലുണ്ടാകും. സഞ്ജു ഒഴിച്ചുള്ള മറ്റ് പ്രധാന കേരള താരങ്ങളെല്ലാം കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ സീസണിൽ കളിച്ചിരുന്നു. ആലപ്പി റിപ്പിൾസ് ടീമിന് വേണ്ടിയായിരുന്നു വിഘ്നേഷ് പുത്തൂർ ഇറങ്ങിയത്. സച്ചിൻ ബേബി ഏരീസ് കൊല്ലം സെയിലേഴ്സിനായും വിഷ്ണു വിനോദ് തൃശൂർ ടൈറ്റൻസിനു വേണ്ടിയുമാണ് കളിച്ചത്. മൊത്തം 6 ടീമുകളാണ് കേരള ക്രിക്കറ്റ് ലീഗിൽ മത്സരിക്കുന്നത്. കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ്, ആലപ്പി റിപ്പിൾസ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, ട്രിവാൻഡ്രം റോയൽസ്, തൃശൂർ ടൈറ്റൻസ് എന്നിങ്ങനെയാണ് ഈ ടീമുകൾ. അതേസമയം ലേലത്തിന് മുമ്പ് ഓരോ ടീമിനും പരമാവധി 4 താരങ്ങളെ വരെയാണ് ടീമിൽ നിലനിർത്താൻ സാധിക്കുക. ഇതിൽ പരമാവധി 3 ക്യാപ്ഡ് താരങ്ങളെ ഉണ്ടാകാൻ പാടുള്ളൂ. രഞ്ജി ട്രോഫി, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, IPL എന്നിവിടങ്ങളിൽ കളിച്ച താരങ്ങളെയാണ് ക്യാപ്ഡ് കളിക്കാരായി കരുതുന്നത്. ഇന്ത്യയുടെ അണ്ടർ-19 ടീമിന് വേണ്ടി കളിച്ചവരും ക്യാപ്ഡ് താരങ്ങളാണ്. താരങ്ങളെ നിലനിർത്താത്ത ടീമുകൾക്ക് അത്രയെണ്ണം റൈറ്റ് ടു മാച്ച് കാർഡ് ഓപ്ഷനുകൾ ലഭിക്കും. എന്നാൽ ക്യാപ്ഡ് അൺക്യാപ്ഡ് നിയമം RTMലും തുടരും. നിലനിർത്തുന്ന കളിക്കാരുടെ പേരുകൾ സമർപ്പിക്കാൻ ഈ മാസം 30-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് ഫ്രാഞ്ചൈസികൾക്ക് KCA സമയം നൽകിയിരിക്കുന്നത്. താരലേലത്തിൽ ഓരോ ടീമിനും 50 ലക്ഷം രൂപയാണ് പേഴ്സ് ബാലൻസ് ഉണ്ടാവുക. സ്ക്വാഡിൽ കുറഞ്ഞത് 16 താരങ്ങളെ ഫ്രാഞ്ചൈസികൾ ഉറപ്പായും ഉൾപ്പെടുത്തണം. പരമാവധി 20 താരങ്ങളെ മാത്രമേ സ്ക്വാഡിൽ ഉണ്ടാകാനും പാടുള്ളൂ. സഞ്ജു സാംസൺ കൂടി എത്തുന്നതോടെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരപ്പകിട്ട് ഇരട്ടിയാകും. സഞ്ജുവിന്റെ സാന്നിധ്യം ലീഗിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ലീഗിന്റെ വളർച്ചയ്ക്കും കാരണമാകും. സഞ്ജുവിനെ സ്വന്തമാക്കാൻ ടീമുകൾ തമ്മിൽ കടുത്ത മത്സരം നടക്കുമെന്നതിനാൽ ലേലത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി അദ്ദേഹം മാറുമെന്നാണ് സൂചനകൾ. ഇത്തവണ IPLൽ പരിക്കും ഫിറ്റ്നസും വലച്ചതോടെ കാര്യമായൊന്നും ചെയ്യാൻ സഞ്ജു സാംസന് കഴിഞ്ഞിരുന്നില്ല. 9 മത്സരങ്ങളിൽ നിന്ന് 285 റൺസായിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം. പരിക്ക് കാരണം 3 മത്സരങ്ങളിൽ സഞ്ജു ബാറ്ററായി മാത്രമാണ് കളിച്ചത്. രാജസ്ഥാൻ റോയൽസ് ലീഗിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താവുകയും ചെയ്തു. സഞ്ജു രാജസ്ഥാൻ വിടുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ഇതിനിടയിലാണ് കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു കളിക്കുമെന്ന വാർത്ത വന്നിരിക്കുന്നത്. സച്ചിൻ ബേബി നയിച്ച ഏരീസ് കൊല്ലം സെയിലേഴ്സാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ സീസണിൽ കിരീടം ചൂടിയത്. റോഹൻ കുന്നുമൽ നയിച്ച കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിനെ 6 വിക്കറ്റിന് കീഴടക്കിയായിരുന്നു കൊല്ലം ടീം കിരീടം സ്വന്തമാക്കിയത്. ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് 20 ഓവറിൽ 213-ന് 6 എന്ന കൂറ്റൻ സ്കോർ നേടിയെങ്കിലും കൊല്ലം 5 പന്തുകൾ ബാക്കി നിൽക്കെ വിജയം സ്വന്തമാക്കുകയായിരുന്നു. 54 പന്തിൽ 105 റൺസെടുത്ത സച്ചിൻ ബേബി ആയിരുന്നു ഫൈനലിൽ കൊല്ലം ടീമിന്റെ വിജയശില്പി. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.